ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ഓൾ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ടൊക്കെ ഇടൊക്കെ വേണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെവിടെയാണ് കുളിച്ചിട്ടൊക്കെ ഒരുങ്ങി ഇവിടത്തേക്ക് ഇങ്ങനെ പോകുന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് ഇട്ടപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ആ ഒരു കമൻറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞു തരാം. പക്ഷേ ആദ്യം ഞാനൊരു മിനി വ്ളോഗ് പോലെ ഓൺ വോയിസ് ആയിട്ട് ഇട്ടു. പക്ഷേ അതൊന്നും പോരാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും വേണമെന്ന് പറയുമ്പോൾ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു നാഗത്തിൻ്റെ സ്ഥാനമുണ്ട്. അവിടുന്ന് കുറച്ച് നടന്നതിന് ശേഷം നമ്മുടെ ക്ഷേത്രം എത്തും കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങളെന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞ അമ്പലം, അതായത് പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ പുഴാതി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. ഇത് പിന്നെ എന്നെയും കൂടി കാണിച്ചു, വീഡിയോ എടുക്കുന്ന ആളെയും കാണിക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ആലിൻ്റെ തറയും കരിങ്കല്ല് കൊണ്ടുണ്ടാക്കുക തട്ട് വിളക്കും, പിന്നെ തൊട്ടപ്പുറമായിട്ട് എന്തുണ്ട് നമ്മുടെ ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. ക്ഷേത്രക്കുളം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിടാവേ. ഇതാണ് പുഴാതി അമ്പലത്തിലുള്ള നമ്മുടെ സ്വന്തം സോമേശ്വരി അമ്മ കേട്ടോ. അപ്പം വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരണേ. പിന്നെ നല്ല ഭംഗിയിലായിട്ട് മ്യൂറൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചുമരിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കരിങ്കല്ലിനെ കൊണ്ട് കുത്തിയിട്ടുണ്ടാക്കിയതിൽ അത് അത്ര വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. പഴയത് മാറ്റിയിട്ട് പുതിയതാക്കിയതാണ്. പിന്നെ പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ ഫ്രണ്ടിലായിട്ട് സരസ്വതിയുടെ മണ്ഡപം കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വേട്ടക്കുരുമകൻ്റെ സ്ഥാനം. ഇവിടെ ഉത്സവ സമയത്ത് കളത്തിലരിയും പാട്ടും തേങ്ങപ്പൊളിയൊക്കെ ഇവിടെ നിന്നാണ് നടക്കുക. പിന്നെ അയ്യപ്പന്മാരുടെ സീസൺ പോവല്ലോ, അപ്പോൾ അവരുടെ കെട്ടുന്നറി അവിടെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ആലോട്ടമ്മ. ഓക്കെ, ആലോട്ടമ്മയുടെ സ്ഥാനം. പിന്നെ ആ നേരെ കാണുന്ന സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് പഴയ നോസ്റ്റ്, ഞങ്ങൾ കസിൻസൊക്കെ കൂടി ഡാൻസ് കളിച്ചായിരുന്നു. ഒരു കടലീനക്കരെ പൊണോരെ കാണാ പൊന്നിനി പൊണ്ണര്, അത്. പിന്നെ അവിടെ തൊട്ടപ്പുറം കാണുന്ന അതാണ് നമ്മുടെ കരിഞ്ചാമ്പണ്ടി അമ്മയുടെ സ്ഥാനം കേട്ടോ. എല്ലാ മലയാളം മാസം 1-ാം തീയതി അവിടെ കലശം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ അഗ്രശാല പൊളിച്ചിട്ട് പുതിയൊരു അഗ്രശാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ കൂടി എടുത്തൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തൊട്ടപ്പുറം വഴിപാട് കൗണ്ടർ, പിന്നെ ഇവിടെ ഒരു ചെക്കിയുടെ ഒക്കെ തറയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്ക് കീഴുന്ന ഫസ്റ്റ് ഭാഗം കേട്ടോ. പിന്നെ തൊട്ടപ്പുറം തന്നെ ഞാൻ ആലും കാരൊക്കെ, പിന്നെ അത് പിന്നെ ഇവിടുത്തെ എംബ്രാശന്മാരും അവരൊക്കെ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതാണ് പുതിയതായിട്ട് നവീകരണം ചെയ്തിട്ടുള്ള ക്ഷേത്രക്കുളം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, വരാൻ ആഗ്രഹമുള്ളവർ എന്തായാലും വരണം. വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ, സീ യു.